ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബീറ്റ് ഫോറസ്റ്റ് എക്സാം ആയി. അപ്പോൾ അതിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് ഇത്. രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. കാണാത്തവർ ഇതിൽ മുമ്പുള്ളതും കാണുക. ഓക്കെ, നമുക്ക് ആദ്യം പോർച്ചുഗീസുകാരിൽ നിന്ന് തുടങ്ങാം. പോർച്ചുഗീസുകാരിൽ നിന്ന് തുടങ്ങാം. വാസ്കോഡ ഗാമ കാപ്പാട് തീരത്തെത്തിയ വർഷം ചോദിക്കണമെന്ന 1498 കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. ഇദ്ദേഹം യാത്ര ആരംഭിച്ച സ്ഥലം ചോദിക്കണമെന്ന ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തെ അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ എന്ന് പറയുന്നത്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ നാവികനാണ് അൽവാരോ വെൻഹോവ് എന്ന് പറയുന്നത്. 3 തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇദ്ദേഹം. എത്ര തവണയാണ്? 3 തവണ. ആദ്യം 1498, പിന്നീട് 1502, മൂന്നാമത് 1524, എന്നിങ്ങനെ 3 തവണയായിട്ടാണ് അദ്ദേഹം എത്തിയത്. അപ്പോൾ അവർക്ക് 1498, പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ട് 1502, പിന്നെ 1524 എന്നിങ്ങനെ ഉള്ള വർഷങ്ങളിലായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. അദ്ദേഹം ഫസ്റ്റ് യാത്രക്ക് ഉപയോഗിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. മേടയിൽ കയറിയവൻ, വൈസ്രോയിയായി മേടയിൽ കയറിയവൻ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഗോവയിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ വിജയിച്ചു. പോർച്ചുഗലിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം 1961. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ അൽബുക്കർക്കാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് അൽബുക്കർക്കാണ് എന്ത് സാമ്രാജ്യ സ്ഥാപകൻ. ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ വാസ്കോഡ ഗാമയാണ്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ചോദിക്കാനാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അടുത്തത്, ഇനി നമുക്ക് ഓരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് സ്ഥാപിതമായ വർഷം ഒന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600. അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിനുശേഷം ഒരു 14 കൊല്ലം കഴിഞ്ഞിട്ട് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പിന്നെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കി 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടുള്ളത്. അവരെപ്പോൾ വന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അവരെപ്പോഴാണ് വന്നതെന്നാണ് പറഞ്ഞത്? 1498 അവർ ഇന്ത്യയിലെത്തി. അപ്പോൾ കമ്പനി ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ 1628. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1731. അപ്പോൾ ഇംഗ്ലീഷും ഡച്ചും പോർച്ചുഗീസ് ഫ്രഞ്ച് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം ഓർക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ 1602, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664, സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1731. പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയത് 1661. എപ്പോഴാണ്? 1661 അവരെന്ത് ചെയ്തത്? സ്ത്രീധനമായിട്ട് ബോംബെ ബ്രിട്ടീഷുകാർക്ക് നൽകിയത്. ഇനി ഇവർ അറിയപ്പെട്ടിരുന്ന പേരുകൾ കൂടി നോക്കാം. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരാണ്. പാരന്ത്രീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരാണ്. പറങ്കികൾ പോർച്ചുഗീസ്, പാരന്ത്രീസ് ഫ്രഞ്ച്, ലന്തക്കാർ ഡച്ച്, വെള്ളക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാരാണ്. യവനൻ എന്നറിയപ്പെട്ടിരുന്നത് ഗ്രീക്കുകാരാണ്. ഷീമക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തി, ആദ്യം വന്ന യൂറോപ്യൻ ശക്തിയൊക്കെ ചോദിക്കണമെന്ന് പോർച്ചുഗീസുമാണ്. അവസാനം വന്ന യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ്. ആദ്യം പോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന, ഇനി ഇവർ നമുക്ക് നൽകിയ യൂറോപ്യന്മാരുടെ സംഭാവനകളിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ നോക്കാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. കേരള രാമം എന്നാണ് ഇത് അറിയപ്പെട്ടത്. എങ്ങനെയാണ് അറിയപ്പെട്ടത്? കേരള രാമം എന്നറിയപ്പെട്ടു. 12 വാല്യങ്ങളിൽ 742 സസ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രസിദ്ധപ്പെടുത്തിയത് ലോഗനാണ്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂനാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻദേവൻ. ചവിട്ടുനാടകം എന്ന കലാരൂപം പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പുകയില, കശുവണ്ടി, പപ്പായ, പൈനാപ്പിൾ എന്നിവ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയതും പോർച്ചുഗീസുകാരാണ്.
മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആദ്യ മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയുന്നത്. ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയുന്നത്. അതുപോലെ 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചു പറഞ്ഞാൽ അയർലാൻഡുകാരനായിരുന്നു. അവർ ജെയിംസ് ഡാറയാണ്. ആരാണ്? ജെയിംസ് ഡാറയായിരുന്നു. ആ സമയത്തുള്ള തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയായിരുന്നു. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് 1568 എപ്പോഴാണ്? 1568 മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം, വസ്ത്രങ്ങളിലെ ചായം മുക്കൽ എന്നിവയെല്ലാം ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഡച്ചുകാർ എന്ത് ചെയ്തു പറഞ്ഞാൽ കുഷ്ഠരോഗികൾക്കായിട്ട് പള്ളിപ്പുറത്ത് ഒരു ആശുപത്രിയും കൂടി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിർമ്മിച്ച കോട്ടയാണ് ഫോർട്ട് മാനുവൽ എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാരുടെ ആക്രമണത്തെ ചെറുക്കാൻ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത്. ഏതാണ്? ചാലിയം കോട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ നിന്ന് കുറച്ച് പേരുകൾ നോക്കാം. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ ഗൗരി ലക്ഷ്മിബായി എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നോക്കാം. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്നു. അടിമക്കച്ചവടം നിർത്തലാക്കി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൗരി ലക്ഷ്മിബായി എന്ത് ചെയ്തു? അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. എപ്പോഴാണ്? 1812 ഡിസംബർ 5. ഇനി സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവും ഇദ്ദേഹമാണ്. എപ്പോഴാണ്? 1836. അതുപോലെ സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരാണ്? ഈ സ്വാതി തിരുനാളാണ്. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു. ആദ്യ നിയമ സംഹിത പ്രസിദ്ധീകരിച്ചു. ദക്ഷിണ ഭോജൻ. എങ്ങനെയാണ്? ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവ് കൂടിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞു. ഇദ്ദേഹം സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടു. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിയാണ് ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. ആസ്ഥാന കവിയാണ് ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായ്. നേരത്തെ നമ്മൾ പറഞ്ഞു സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളാണെന്ന് പറഞ്ഞു. ഇത് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായ് എന്ന് പറയുന്നത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് റാണി ഗൗരി പാർവതി ബായ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ. കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അധികാരം നൽകിയ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇല്ല നോക്കേണ്ട കുറച്ച് കാര്യം. ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചു സ്വാതി തിരുനാളാണ്. അതുപോലെ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് റാണി ഗൗരി പാർവതി ബായി ആണ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ച രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അധികാരം നൽകിയത് രാജാവ് ഉത്രം തിരുനാളാണ്. ഈ ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. അതുപോലെ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ എന്ന് പറയുന്നത്. ഇനി
മിഷണറി സംഘം പ്രവർത്തിച്ച മേഖലകൾ നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂറാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറും. അതുപോലെ ബാസലാണ് കേട്ടോ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM അതിൻ്റെ പ്രവർത്തന മേഖല മലബാറാണ്. അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി CMS പ്രവർത്തന മേഖല കൊച്ചി തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM പ്രവർത്തന മേഖല മലബാറാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ എന്ന് പറയുന്നത്. പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ 1793 to 97 വരെ, അതിനുശേഷം 1800 മുതൽ 1805 വരെയാണ് നടന്നിട്ടുള്ളത്. കുറിച്യ കലാപം നടന്നപ്പോഴാണ് 1812 അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് രാമനമ്പിയാണ്. കുണ്ടറ വിളംബരം നടന്നത് എപ്പോഴാണ്? 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ഇനി ആറ്റിങ്ങൽ കലാപം നടന്നപ്പോഴാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 അപ്പോൾ 1721 ആറ്റിങ്ങൽ കലാപം, 1741 എന്ത് നടന്നത്? കുളച്ചൽ യുദ്ധം നടന്നത്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണിത്. കുണ്ടറ വിളംബരം നടന്നത് 1809 1809 കുണ്ടറ വിളംബരം. മലയാളി മെമ്മോറിയൽ എപ്പോഴാണ്? നമുക്കറിയാലേ 1891 മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലോ 1896 ഈഴവ മെമ്മോറിയൽ ഉണ്ടായിരുന്നത്. മലബാർ കലാപം നടന്നത് 1921 അപ്പം തന്നെയാണ് എന്തുണ്ടായിരുന്നത്? വാഗൻ ട്രാജഡിയും നടന്നത് 1921. വൈക്കം സത്യാഗ്രഹം നടന്നപ്പോഴാണ്? 1924 ഉപ്പ് സത്യാഗ്രഹം 1930 നിവർത്തന പ്രക്ഷോഭം 1931. നമ്മളിത് ഉഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട് അല്ലേ. കയ്യൂർ സമരം നടന്നത് 1941 പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഡേറ്റ് വെച്ച് ചോദിക്കുക. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ചോദിച്ചാൽ തെറ്റിക്കാണ്ടിരിക്കാനാണ് പറഞ്ഞത്. ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, കുണ്ടറ വിളംബരം 1809, മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896, മലബാർ കലാപം 1921. അപ്പം തന്നെയാണ് വാഗൻ ട്രാജഡിയും നടന്നത്. വൈക്കം സത്യാഗ്രഹം 1924, ഉപ്പ് സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, കയ്യൂർ സമരം 1941, പുന്നപ്ര വയലാർ സമരം 1946 നടന്നിട്ടുണ്ടായിരുന്നത്. സവർണ ജാഥ 1924 മന്നത്ത് പത്മനാഭനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 1924 അദ്ദേഹം 1959 ജീവശിഖ ജാഥ നടത്തിയത്. അതുപോലെ VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് യാചന യാത്രയും സാമൂഹിക പരിഷ്കരണ ജാഥയും. യാചന യാത്ര വന്നിട്ട് 1931, സാമൂഹിക പരിഷ്കരണ ജാഥ വന്നിട്ട് 1968. AK ഗോപാലൻ നടത്തിയ ജാഥകളാണ് പട്ടിണി ജാഥ, കർഷക ജാഥ എന്ന് പറയുന്നത്. പട്ടിണി ജാഥ 1936, കർഷക ജാഥ 1960. അക്കാമ ചെറിയ നടത്തിയ ജാഥയാണ് രാജധാനി മാർച്ച് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഒരു വീക്ക്ലി റിവിഷനിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലത്തെ ആൾക്കാരനെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. ധനകാര്യ C അച്യുത മേനോനായിരുന്നു. തൊഴിൽ ഗതാഗതം, അവരുടെ തൊഴിൽ എന്താണ്? TV കടത്തലാണ് എന്ന് പറഞ്ഞിട്ട് തൊഴിൽ ഗതാഗതം TV തോമസ് ആണ് എന്ന് പറഞ്ഞു. ഭക്ഷ്യം വനം വകുപ്പ് KC ജോർജ് ആണെന്ന് പറഞ്ഞു. വ്യവസായം KP ഗോപാലൻ. പൊതുമരാമത്ത് TA മജീദ്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ.
വിദ്യാഭ്യാസ സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ KR ഗൗരിയമ്മ, നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ, ആരോഗ്യം AR മേനോൻ എന്നിവരായിരുന്നു. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 6 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1857 വിപ്ലവത്തിലെ നേതാക്കന്മാർ ആരൊക്കെയെന്ന് നോക്കാം. ഡൽഹിയിൽ ഭക്ത് ഖാനായിരുന്നു, ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു ഡൽഹിയിലെ നേതാക്കന്മാർ. മീററ്റിലെ കദം സിംഗ് ആയിരുന്നു. അലഹാബാദിലെ ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു. മധുരയിൽ ദേവി സിംഗ്. ഗ്വാളിയറിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയായിരുന്നു. കോട്ടയിൽ ജയ് ദലാലായിരുന്നു. ഹരിയാനയിലെ റാവു തുലാറാം. ആസാമിലെ മണിറാം ദത്ത. ബറൗട്ട് പർഗാനയിലെ ഷാ മാലം. ലക്നൗ, ആഗ്ര, ഔധ്, അയോധ്യ എന്നിവിടങ്ങളിലെല്ലാം ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൻവർ സിംഗും ബറേലി, റോഹിൽഗഡ് എന്നിവിടങ്ങളിൽ ഖാൻ ബഹദൂർ ഖാനുമായിരുന്നു. ഫിറോസ് ഷാ വന്നിട്ട് മാൻഡഷോറിലായിരുന്നു. ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണെന്ന് പറഞ്ഞു അല്ലേ. അവിടുത്തെ കലാപം അടിച്ചമർത്തിയത് നിക്കോൾസണും ഹഡ്സണും കൂടിയിട്ടാണ്. അതുപോലെ കാൺപൂരിലെ കലാപം അടിച്ചമർത്തിയത് ക്യാമ്പയിലാണ് കാൺപൂരിലെ കലാപം അടിച്ചമർത്തിയത്. ഝാൻസിയിൽ ഹ്യൂഗ്രോസ് ആണ്. ഝാൻസി റാണി ലക്ഷ്മിബായി, ഹ്യൂഗ്രോസ്. അതുപോലെ ആരയിൽ വന്നിട്ട് വില്യം ടൈലർ ആയിരുന്നു. ലക്നൌവില് ബറേലിയിലൊക്കെ കോളിംഗ് ക്യാമ്പൽ ആയിരുന്നു. അവിടെ എവിടത്തേക്ക്? ഡൽഹി, ലക്നൗ, ബറേലി എന്നിവിടങ്ങളിലെല്ലാം അടിച്ചമർത്തിയത് കോളിംഗ് ക്യാമ്പൽ ആയിരുന്നു. ഇനി ഇന്ത്യ സ്വതന്ത്രയാവുമ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് ആറാമനാണ്. പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനിയാണ്. വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആണ്. KPCC അധ്യക്ഷനായിരുന്നത് കേളപ്പനാണ്. അപ്പോൾ രാജാവ് ജോർജ് ആറാമൻ, പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി, കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി, വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ ആയിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ലേബർ പാർട്ടിയാണ്. ഏത് പാർട്ടിയാണ്? ലേബർ പാർട്ടിയായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ്, ആധുനിക ഭാരതത്തിലെ ആദ്യ നവോത്ഥാന നായകൻ, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്നെല്ലാം ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. അദ്ദേഹത്തിന്റെ പത്രമാണ് സംവാദ് കൗമുദി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ? ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയുടെ പ്രധാന പുസ്തകമാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്നത്. ഏക ദൈവവിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന പേരിൽ. അതുപോലെ ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ്. മദ്രാസ് ഹിന്ദു സോഷ്യൽ റിഫോംസ് അസോസിയേഷൻ സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. അദ്ദേഹമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മറാം പാണ്ഡുരംഗാണ്. ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യൻ ദേശീയതയുടെ പിതാവായി അറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് GG അഗാർക്കറാണ്. ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് MG റാനഡെയാണ് സ്ഥാപിച്ചത്. ഹരിജൻ സേവക് സംഘ് സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഹരിജൻ സേവക് സംഘ് സ്ഥാപിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്.
ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നപ്പോഴാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അഹമ്മദാബാദ് മിൽ പണിമുടക്ക് നടന്നത് 1918 ഗേദ സത്യാഗ്രഹവും 1918 തന്നെയാണ് നടന്നത്. ജാലിയൻ വാലാബാഗ് നടന്നത് എപ്പോഴാണ്? 1919 ജാലിയൻ വാലാബാഗ് നടന്നത്. റൗലറ്റ് ആക്ട് എപ്പോഴായിരുന്നു? ഇതേ ഡേറ്റിൽ തന്നെയാണ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ് എല്ലാം നടന്നത്. അതിനുശേഷമാണ് നിസ്സഹകരണ സമരം. 1920 നിസ്സഹകരണ സമരം. അത് നിർത്തിവെക്കാൻ കാരണമായത് എന്താണ്? 1922 ചൗരി ചൗര സംഭവമാണ് അത് നിർത്തിവെക്കാൻ കാരണമായത്. വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനം 30, രണ്ടാം വട്ടമേശ സമ്മേളനം 31, മൂന്നാം വട്ടമേശ സമ്മേളനം 32 എന്നിങ്ങനെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ്റെ ബിസ്മാർക്ക്, ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഹണ്ടർ കമ്മീഷൻ 1882 ഹണ്ടർ കമ്മീഷൻ, അതുപോലെ 1948-49 രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ രാധാകൃഷ്ണൻ കമ്മീഷനാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളത് മുന്നോട്ട് വെച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയതും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക, 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം സ്ഥാപിക്കുക എന്നെല്ലാം കൊണ്ടുവന്നത് ആരാണ്? നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. എപ്പോഴാണ്? 1948-49 സമയങ്ങളിലാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നത്. അതിനുശേഷം മുതലിയാർ കമ്മീഷൻ വന്നപ്പോഴാണ് 1952 മുതലിയാർ കമ്മീഷൻ. മുതലിയാരാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. ത്രിഭാഷാ പദ്ധതി ആരുടെയാണെന്ന് ചോദിച്ചാൽ മുതലിയാർ കമ്മീഷനാണ്. 1952 ത്രിഭാഷ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം രാധാകൃഷ്ണൻ കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ വന്നപ്പോഴാണ് 1964-66 സമയങ്ങളിലാണ്. അവരാണ് 10 +2, +3 വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നിവ എല്ലാം നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കോത്താരി കമ്മീഷനാണ്. അന്തരീക്ഷത്തെ ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ തന്നെ 4 തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെ 4 തരംതിരിച്ചിട്ടുണ്ട്? അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും 2 തരംതിരിച്ചിരിക്കുന്നത്. എന്താണ്? ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയറും എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വാതകങ്ങൾ മിശ്രരൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷമാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉയരം 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ഉയരം വരുന്നത്. ഊഷ്മാവിൻ്റെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ 4 തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓസോൺ കാണപ്പെടുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണ്? ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത്. മീസോസ്ഫിയറിൽ എങ്ങനെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ തുടങ്ങി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിൽ എങ്ങനെയാണ്? 80 to 480 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഉയരം കൂടുന്തോറും താപനിലയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഓസോൺ പാളി എവിടെയുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉള്ളത്. ഇനി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താ അറിയപ്പെടുന്നത്? മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി എന്നറിയപ്പെടുന്നത്. എന്താണ്? മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. പന്നിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഈ ക്യൂമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെയും കൈച്ചൂലാകൃതിയും കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നാണ് നിംബസ് മേഘങ്ങൾ അറിയപ്പെടുന്നത്. എങ്ങനെയാണ്?
ഇടിമേഘങ്ങൾ. അതുപോലെ മഴയ്ക്ക് കാരണമാകുന്ന മേഘം ചോദിച്ചാലും അത് നിംബസ് മേഘങ്ങളാണ്. തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയത്തിന് കാരണം എന്താണ്? സിറോസ്ട്രാറ്റസ് മേഘമാണ്. സിറോസ്ട്രാറ്റസ് മേഘമാണ് തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയത്തിന് കാരണം. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. അതുപോലെ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ സ്ട്രാറ്റസ്. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമുലോ നിംബസ്. സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ തീർക്കുന്ന മേഘങ്ങൾ സിറോ സ്ട്രാറ്റസ് മേഘങ്ങൾ. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് മേഘം. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോണിൽ വിള്ളൽ ഉണ്ടാക്കാൻ കാരണമായ വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. നൈട്രജൻ്റെ അന്തരീക്ഷത്തിലെ അളവ് പറയുന്നത് 78.08. ഓക്സിജൻ്റെ 20.95. ആർഗണിൻ്റെ 0.93 എന്നിങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ കാർബൺ ഓക്സൈഡിൻ്റെ എത്ര വരുന്നത്? 0.037% ആണ് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ. ഇത്രയും വാതകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതിൻ്റെ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനപരമായ കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ചിനൂക്ക്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന വരണ്ട കാറ്റാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഹർമാറ്റനെയാണ് എന്തെന്ന് പറയുന്നത്? ഡോക്ടർ എന്ന് പറയുന്നത്. സ്പെയിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്നതാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഫോൻ. ഫോൻ എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ചിനൂക്ക്. ഫൊന്ന് വന്നിട്ട് മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് കൂടിയാണ്. മുന്തിരിക്കുലകൾ പാകമാവാൻ സഹായിക്കുന്ന കാറ്റ് കൂടിയാണ് ഫൊൻ എന്ന് പറയുന്നത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണോ? 9 രാജ്യങ്ങളാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് 9 രാജ്യങ്ങളാണ്. കരാതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയാണ്. സമുദ്രാതിർത്തി കണ്ട് ശ്രീലങ്കയും മാലദ്വീപുമാണ് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്നർ ഹിമാലയ അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി എന്നാണ്. ഇന്നർ, ഗ്രേറ്റർ എന്നിവ അറിയപ്പെടുന്നത് എന്നാണ് ഹിമാദ്രി. ലെസ്സർ എന്നറിയപ്പെടുന്നത് ഹിമാചൽ. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് എന്താണ്? സിവാലിക്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് എന്താണ്? സിവാലിക് ആണ് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. അതിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. ഭൂപടങ്ങളിൽ ഭൂസവിശേഷതകളും അവയ്ക്ക് കൊടുക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്ഷാംശ രേഖാംശ രേഖകൾക്ക് കൊടുക്കുന്നതാണ് കറുപ്പ് എന്ന് പറയുന്ന അക്ഷാംശ രേഖാംശ രേഖ. വരണ്ട സ്ഥലം, റെയിൽപാത, ടെലിഫോണ്, ടെലിഗ്രാഫ് ലൈന്, അതിർത്തി രേഖകൾ എല്ലാവർക്കും എന്താ കൊടുക്കുന്നത്? ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അതുപോലെ സമുദ്രം, നദി, കുളം, കിണർ അവയ്ക്കൊക്കെ എന്താണ്? വെള്ളത്തിന് എന്താ കൊടുക്കുന്നത്? നീലയാണ് കൊടുക്കുന്നത്. വനം, പുൽമേടുകൾ, മരം, കുറ്റിച്ചെടി, ഫലവൃക്ഷത്തോട്ടങ്ങൾ അവയൊക്കെ പച്ച കളറല്ല, അപ്പോൾ പച്ച കളറാണ് കൊടുക്കുന്നത്. കൃഷി സ്ഥലങ്ങൾക്ക് മഞ്ഞയാണ് കൊടുക്കുന്നത്. കൃഷി സ്ഥലങ്ങൾക്ക് എത്രയാണ് കൊടുക്കുന്നത്? മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. തരിശു ഭൂമിക്ക് വെള്ള കളറാണ് കൊടുക്കുന്നത്. തരിശു ഭൂമിക്ക് വെള്ളയാണ് കൊടുക്കുന്നത്. പാർപ്പിടം, റോഡ്, പാത, ഗ്രിഡ് ലൈനുകൾ എന്നിവയ്ക്കൊക്കെ എന്താണ്? ഈസ്റ്റിങ്ങും നോർത്തിങ്ങിനും ഒക്കെ എന്താണ് കൊടുക്കുന്നത്? ചുവപ്പാണ് കൊടുക്കുന്നത്. കോണ്ടൂർ രേഖകൾക്ക് എന്താണ്? ബ്രൗൺ ആണ് കൊടുക്കുന്നത്. കോണ്ടൂർ രേഖകൾക്ക് കൊടുക്കുന്നത് എന്താണ്? ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് ഒരുവിധം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം ആയതുകൊണ്ടാണ് ഇത് വെറും പേര് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നത്. ചിലപ്പോൾ ഇത് നമുക്ക് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. പ്രസ്താവന ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യതയുണ്ട്. എന്നാലും ഒരുവിധം നമുക്ക് കട്ട് ചെയ്യാൻ അറിയുമല്ലോ. 2 3 ശരിയാണെന്നോ അല്ലെങ്കിൽ 2 ശരിയാണെന്നോ എന്ന് പറഞ്ഞിട്ട് തെറ്റും ശരിയും അറിയെങ്കിൽ നമുക്ക് മാർക്കും കൂടി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.